കൂട്ടുനിൽക്കൽ, സത്യത്തിന് വിലയില്ലായ്മ എന്നിവ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം നമുക്ക് വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു മദ്യപാനിയായ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു ദേശത്തിനും ഭവനത്തിനും ഭാരമായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങളോട് ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകം സ്നേഹം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സ്നേഹം തരും. ഈ ലോകം സന്തോഷം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സന്തോഷം തരും. എന്നാൽ ഈ ലോകം സമാധാനം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സമാധാനം നൽകി തരും. എന്നാൽ അതെല്ലാം വളരെ ക്ഷണികമായ സ്നേഹവും ക്ഷണികമായ സന്തോഷമാണ്. ഈ ലോകം നിങ്ങളെ സ്നേഹിക്കും, ശരിയാണ്. എന്നാൽ നിങ്ങൾ നിന്ന് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരും, ശരിയാണ്. എന്നാൽ നിങ്ങൾ മറുഭാഗത്ത് അസമാധാനത്തിന് അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ നമ്മുടെ തരും. ഈ ലോകം നിങ്ങൾക്ക് ആശ്വാസം നൽകി തരും, മറുഭാഗത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നതൊക്കെ നമ്മുടെ തരും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നിത്യമായ സന്തോഷത്തെ, ഒരു നിത്യമായ സ്നേഹത്തെ ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ തന്നെ ആവർത്തിച്ചു തന്നുള്ളൂ, സ്നേഹത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം സ്നേഹിക്കുമ്പോൾ ജാതിയും മതവും വർണ്ണവും വർഗവും എടുത്ത് സ്നേഹിക്കുമ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കി സ്നേഹിക്കാതെ എല്ലാം മറന്ന് സ്നേഹിച്ച ഒരുവനെ അത്ര ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവന്റെ പേരത്ര കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തില് ഈ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ പലവിധത്തിലുള്ള വഴികൾ തേടി പോകുന്നു. പലരും സമാധാനം കെട്ടുപോയിട്ട് ആത്മഹത്യ എന്നൊരു മാർഗത്തിലേക്ക് പലരും കടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക യുവതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഭവനങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ജനത്തിന്റെ നടുവിൽ സമാധാനമില്ല, ജനത്തിന്റെ നടുവിൽ സന്തോഷമില്ല. സമാധാനത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, ചിലർ പലവിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിനൊന്നും പൂർണ്ണമായ സമാധാനം കിട്ടാതെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. വചനം ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകം ഇപ്രകാരം പറയുന്നു, അവൻ നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം തീരുമാനിക്കുന്നത് അവൻ ശരീരത്തിലിരിക്കുമ്പോഴാണ്. നിങ്ങൾ ഒരിക്കലും മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന ഒരു വിധത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ കയറുകയില്ല. നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂലമാണ് നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. അവൻ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ നല്ല നിങ്ങൾ ലഭിക്കുന്നൊക്കെ നമ്മുടെ തീരും. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നൊക്കെ നമ്മുടെ തീരും. നമുക്ക് ഈ ലോക കാലഘട്ടത്തിൽ ലോകത്ത് നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി പലവിധത്തിലുള്ള ആചാര കർമാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പലവിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊന്നും ഒരു പൂർണ്ണമായ രക്ഷ ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരിക്കാം. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ സ്ഥാനവും മാനവും നോക്കി ലോകം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ നേടിയ ബന്ധങ്ങളും സ്വന്തങ്ങളെല്ലാം നിങ്ങളുടെ മരണം കൊണ്ട് അസ്തമിച്ചു പോകുമ്പോൾ എന്നാൽ നിലനിൽക്കുന്ന ഒരു നിത്യസ്നേഹത്തെ അത്രേ ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ഒരു സ്നേഹമോ സ്ഥാനമാനങ്ങളോ നോക്കി സ്നേഹിച്ച ഒരുവനല്ല. നിങ്ങൾ ധനികനാണോ, നിങ്ങളുടെ ഭവനത്തിൽ സ്വത്തുകളുണ്ടോ, നിങ്ങളുടെ ഭവനത്തിൽ ബന്ധങ്ങളുണ്ടോ എന്ന് നോക്കി സ്നേഹിച്ചവനല്ല. നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിച്ച ഒരുവനെ ഞങ്ങൾ സുവിശേഷിക്കുവാനായിട്ട് ഞങ്ങൾ ഘോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന്റെ പേരെത്രേ കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗങ്ങളെ വിടിഞ്ഞ് ഈ പാപമാകുന്ന മാനവകുലത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ 3 ആണികളെ തൂങ്ങപ്പെട്ട ഒരുവൻ. അവന്റെ പേരെത്രേ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറഞ്ഞേക്കാം ഷാജഹാനും മുംതാസും തമ്മിലുള്ളതാണെന്ന്, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെ പേര് പറഞ്ഞേക്കാം. എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത് ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതായത് തന്റെ പ്രിയതമ തന്നെ തകർക്കാൻ, തന്നെ കൊല്ലുവാൻ നോക്കുകയാണ് തിരിച്ചറിഞ്ഞിട്ടും അവിടെയും തന്റെ അവസാനത്തുള്ള രക്തവും തന്നെ സ്നേഹിച്ച ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട്. അതത്ര ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ലോകത്തിന്റെ സമാധാനം മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ, ഈ ലോകത്തിന്റെ സന്തോഷം ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സ്നേഹമാണ്, നിങ്ങളെ
സമാധാനിപ്പിക്കുന്ന സ്നേഹമാണ്. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ക്രിസ്തു നേരെ നിങ്ങൾക്ക് എന്ന് സന്തോഷമായിരിക്കും ഞങ്ങൾ പറയുന്നില്ല. കഷ്ടതയും വേദനയും എല്ലാം ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന അതേ അവസ്ഥകളിൽ കൂടിയാണ് ഞങ്ങളും പലപ്പോഴും കടന്നു പോകുന്നത്. എന്നാൽ അവിടെ ഒന്നും പതറിപ്പോകാതെ നിൽക്കാൻ പറ്റുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങളെ സ്നേഹിച്ചവരുടെ സ്നേഹം, ആ കരുതൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ നിത്യ സന്തോഷത്തിലേക്ക്, ആ മഹാസന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തച്ഛൻ ഇപ്രകാരം പറഞ്ഞു: ചക്ഷുശ്രവണ ഗളസ്തമാം ദർജിതം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിതസ്ഥമാം ലോകോ മാലോല തേജസ്ത ഭോഗങ്ങൾ തേടുന്നു. എന്താണ് അർത്ഥമാക്കുന്നത്? സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്തില് മനുഷ്യൻ ഒരു പാമ്പിന്റെ വായിലകപ്പെട്ട ഒരു ദരിദ്രത്തിന് തുല്യമായി, ഒരു തവളയ്ക്ക് തുല്യമായി മാറിയിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ തവളയുടെ യാത്ര അപകടത്തിലേക്കാണ്. എന്നാൽ ആ യാത്ര അപകടത്തിലേക്കാണ് തിരിച്ചറിയാതെ പിന്നെയും പിന്നെ ചുവടുകൾ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്ത്, പ്രിയ മാതാവ്, പ്രിയ പിതാവ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്.